ഓക്കെ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ദി ചാനൽ. അപ്പോൾ ഫോർമുല 1 ഈ വർഷത്തെ സീസണിലെ 2 റേസസ് കഴിഞ്ഞു. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയും ചൈനീസ് ഗ്രാൻഡ് പ്രിയും കഴിഞ്ഞു. അപ്പോൾ ഈ 2 റേസസിലും ഡൊമിനേറ്റ് ചെയ്യുന്നത് മെഴ്സിഡസ് ആണ്. പിന്നെ റെഡ് ബുൾ ആണെങ്കിലും മക്ലാരൻ ആണെങ്കിലും അത് ഇവരൊക്കെയാണ് ഒരു ടോപ്പ് ഓർഡേഴ്സ് വരുന്നത്. മെഴ്സിഡസ്, മക്ലാരൻ, റെഡ് ബുള്ള്, ഫെറാറി ടോപ്പ് ഓർഡർ വരുന്ന ടീംസാണ്. അപ്പോൾ ഇതിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത് നിലവിൽ മെഴ്സിഡസും ഫെറാറിയുമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ മക്ലാരനും റെഡ് ബുള്ളും ഒന്നും കഴിഞ്ഞ വർഷത്തിൽ ഇപ്പോൾ അത്ര പെർഫോമൻസ് ഇല്ല. പുതിയ റെഗുലേഷൻ വന്നപ്പോൾ പുതിയ പവർ യൂണിറ്റിൽ വന്ന ചേഞ്ചൊക്കെ കൊണ്ട് ഇവരൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റെഡ് ബുള്ളിൻ്റെ കേസ് ഭയങ്കര ശോകമാണ്. റെഡ് ബുള്ളിൻ്റെ മാക്സ് വെർസ്റ്റാപ്പൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹഡ്ജർ ആണെങ്കിലും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ കാറിന് ടെക്നിക്കൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. മാക്സിൻ്റെ കാറാണെങ്കിൽ കോർണേഴ്സ് വരുമ്പം ഒത്തിരി ടൈം വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അതേപോലെ തന്നെ കാറിന് മെക്കാനിക്കൽ ഇഷ്യൂസ്. അതല്ല, മക്ലാരൻ്റെ കാറാണെങ്കിൽ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. ചൈനീസ് ഗ്രാൻഡ് പ്രി അവർ രണ്ടുപേരും ഓസ്കറും ലാൻഡോയും സ്റ്റാർട്ട് ചെയ്തു പോലുമില്ല. പക്ഷേ ടോപ്പ് ഓർഡറിൽ മക്ലാരനും റെഡ് ബുള്ളും ഇല്ലാത്തത് കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത് ഫെറാറിക്കാണ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് മാത്രമല്ല, ഫെറാറിക്ക് ഈ വർഷം നല്ല കുറേ ഇന്നോവേഷൻസുമായിട്ടാണ് ഫെറാറി വന്നിരിക്കുന്നത്. മെക്കറീന വിങ്സും അതുപോലെ എക്സോസ്റ്റിന് മുകളിലുള്ള ഒരു ഫ്ലാറ്റ് പീസും അതുപോലെ ഫ്രണ്ടിൽ ഹാലോയിലുള്ള ഒരു എയറോഡൈനാമിക് സ്ട്രക്ചറും അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഉയർത്തെഴുന്നേറ്റെന്ന് പറയണം. ഫെറാറി ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഹാമിൽട്ടൺ നല്ല ഫോമിലാണ്. കഴിഞ്ഞ റേസ് കണ്ടാൽ അറിയാം, ഹാമിൽട്ടനെ ലെക്ലർക്കും നല്ലൊരു കോമ്പറ്റീഷൻ്റെ വന്നു, നല്ലൊരു ടൈറ്റായിട്ടുള്ള ഒരു റൈവലറി പോലെ വന്നു. എന്നിട്ടും എനർജി മാനേജ്മെൻറ്റും ഉണ്ട്. ഹാമിൽട്ടൺ ലെക്ലർക്കിനെ ഓവർകം ചെയ്തു. പക്ഷേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല 1 നിലവിലുള്ള പല ടീമുകളും പല ഡ്രൈവേഴ്സും പുതിയ റെഗുലേഷനെ പറ്റി അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ റേസ്, അത് ചൈനീസ് ഗ്രാൻഡ് പ്രി കഴിഞ്ഞപ്പോഴത്തേന് മാക്സ് വെർസ്റ്റാപ്പൻ അറിയാലോ, ആ ഒരു വീക്കെൻഡ് ടോട്ടലി ശോകമായിരുന്നു. മാക്സ് വെർസ്റ്റാപ്പൻ ചൈനീസ് ഗ്രാൻഡ് പ്രി കഴിഞ്ഞപ്പം പറഞ്ഞത് ചൈനീസ് ഗ്രാൻഡ് പ്രി ഏറ്റവും ശോകമായിട്ടുള്ളൊരു റേസ് ആയിരുന്നു എന്ന്. അതായത് ആരെങ്കിലും അത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റേസിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളൊരു കമൻറ്റ് പറഞ്ഞു. അപ്പോൾ ഇതിലാദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിൻ്റെ ആ ഒരു കമൻറ്റ് നമുക്ക് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കേസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിന് അറിയാലോ, ഒരു ബാഡായിട്ടുള്ളൊരു വീക്കെൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു വീക്കെൻഡിൽ ചൈനീസ് ഗ്രാൻഡ് പ്രിയുടെ വീക്കെൻഡിൽ പ്രീ പ്രാക്ടീസ് ആയിക്കോട്ടെ, സ്പ്രിൻ്റ് റേസ് ആയിക്കോട്ടെ, സ്പ്രിൻ്റ് ക്വാളിഫയിങ് അല്ലെങ്കിൽ മെയിൻ റേസിൻ്റെ ക്വാളിഫയിങ് ആയിക്കോട്ടെ, മാക്സ് ഭയങ്കര ശോകമായിരുന്നു. ചിലപ്പോൾ ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഡിപ്രഷനിൽ പറഞ്ഞൊരു കമൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ വേറൊരു രീതി നോക്കുവാണെങ്കിൽ മാക്സ് പറഞ്ഞ ഒരു കമൻറ്റ് ഒരു രീതി നോക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വേറൊരു രീതി നോക്കുവാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കമൻറ്റും കൂടെയാണ്. അപ്പം പുള്ളി പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് ഒരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫാൻസ് ഇത് പുതിയ റെഗുലേഷൻ അനുസരിച്ചിട്ടുള്ള ഈ റേസിംഗ് നമ്മൾ എൻജോയ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റേസിങ്ങിനെ കുറിച്ച് അറിയില്ല എന്ന് പറയും. അത് കറക്റ്റാണ്. കാരണം നമ്മൾ ഫാൻസാണ്. നമ്മൾ ഈ റേസ് കാണുന്നത് ടി വിയിൽ, മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ്, F1 ടിവിയിലോ ഫാൻ കോഡിലോ ആണ്. അപ്പോൾ നമുക്കറിയാവുന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടി വി കാണുന്ന റേസ് ലൈവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിക്കോട്ടെ, അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് റേസിനെ അനാലിസിസ് ചെയ്യാനറിയാം. അല്ലെങ്കിൽ എങ്ങനെ റേസ് കണ്ടിട്ട് അതിനെ എൻജോയ് ചെയ്യണം എന്ന് നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ഈ ഫോർമുല 1 റേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സ്പോർട്ട് കാണുകയാണെങ്കിലും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടായിരിക്കും, ഒരു പ്ലെയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഫേവറേറ്റ് ഉള്ള ഡ്രൈവേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ ഓരോ ടീമിൻ്റെ പെർഫോമൻസും അവരുടെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സും ഓവർടേക്സും അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷ് വരുന്ന മൊമെൻറ്റ്സും ഒക്കെ കാണാൻ വേണ്ടിയാണ്, അത് കണ്ട് എക്സൈറ്റഡ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ റേസസ് ഒക്കെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ടീം വിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേവറേറ്റ് പ്ലെയർ ഫുട്ബോളിലാണെങ്കിൽ ഗോൾ അടിക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകത്തില്ലേ. അതേ കേസിൽ ഇവിടെ നമ്മുടെ ഫേവറേറ്റ് ടീം വിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേവറേറ്റ് ഡ്രൈവർ പോഡിയത്തിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകും. അല്ല, നേരെ മറിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള ടീം നല്ലതായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മൾ സാഡാവും. അതാണ് നമ്മൾ ആസ് എ ഫാൻ അല്ലെങ്കിൽ നമ്മൾ ഇത് ടി വിയിൽ വാച്ച് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നുള്ളൊരു ഫീലിംഗ് അതാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ മാക്സ് പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫാൻസ് ടി വിയിലാണ് കാണുന്നത്. നമ്മളാരും ആ ഒരു റേസിംഗ് കോക്ക്പിറ്റിന് ഇരുന്നിട്ടല്ല നമ്മൾ റേസ് ചെയ്യുന്നില്ലല്ലോ. അത് ഡ്രൈവേഴ്സാണ് ആ ഒരു കണ്ടീഷനിൽ, ഓരോ ട്രാക്കിൻ്റെയും കണ്ടീഷൻസിൽ അത്രയും പ്രഷറിന് ഉള്ളിൽ ഇരുന്ന് റേസ് ചെയ്യുന്നത്. വി ആർ നോട്ട് ഗോയിങ് ത്രൂ ദ പ്രഷർ ദേ ആർ ഇൻ. വേറെ രീതി പറയുവാണെങ്കിൽ, ഒരു 4 ടൈം വേൾഡ് ചാമ്പ്യൻ്റെ അത്രയും നമുക്ക് റേസിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ മാക്സ് പറഞ്ഞ കാര്യം തെറ്റായിട്ട് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ലൂയിസ് ഹാമിൽട്ടൺ ആണെങ്കിലും അല്ലെങ്കിൽ കിമിയാൻ്റെ അല്ലെങ്കിൽ ജോർജ് റസൽ ആണെങ്കിലും ഈ 2 റേസസിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. പുതിയ റെഗുലേഷൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ അവർക്ക് റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ആദ്യമൊക്കെ കുറച്ച് എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ അവർ ചൈനീസ് GB ഒക്കെ എത്തിയപ്പോൾ തന്നെ ലൂയിസ് ആണെങ്കിലും വളരെ നല്ലതായിട്ട് കമൻറ്റ് തന്നെയാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ലൂയിസ് നല്ലപോലെ എനർജി മാനേജ്മെൻറ്റ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. ആ ഒരു റേസ് കണ്ടാൽ മനസ്സിലാവും. നമുക്കറിയാം, ലൂയിസ് ഹാമിൽട്ടൺ ആ ഒരു പോഡിയം ഫൈറ്റ് ചെയ്ത് ഗെയിൻ ചെയ്തതാണ്. ചാൾസ് ലെക്ലർക്ക് ഉണ്ടായിരുന്നു, കിമി ആൻ്റണി, ജോർജ് റസലിനോട്, അവരോട് ഈ 3 ഡ്രൈവേഴ്സിനോടും
അത് യങ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനോട് ഫൈറ്റ് ചെയ്ത് ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു പോഡിയമാണിത്. അതുമാത്രമല്ല ലൂയിസ് ഹാമിൽട്ടൺ ഒരു 7 ടൈംസ് വേൾഡ് ചാമ്പ്യനാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാക്സ് 2023 തൊട്ട്, അതായത് 2026 പുതിയ റെഗുലേഷൻസ് വരുമെന്ന് FIA അനൗൺസ് ചെയ്തപ്പം തൊട്ട് മാക്സ് വെർസ്റ്റാപ്പൻ ഈ ഒരു കേസിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് പുതിയ റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള പോലെ അത്ര എൻജോയബിൾ ആയിരിക്കത്തില്ല, ബാറ്ററിയിലേക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഓർഗാനിക് ആയിട്ടുള്ള റേസിങ്ങിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് നഷ്ടപ്പെടുമെന്നൊക്കെ അന്ന് തൊട്ടേ പുള്ളി കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കാം, ഈ ലൂയിസ് ഹാമിൽട്ടൺ, ചാൾസ് ലെക്ലർക്ക്, ജോർജ് ആണെങ്കിലും കിമി ആണെങ്കിലും ഇവർ പുതിയ റെഗുലേഷനെ കുറിച്ച് ഇപ്പം നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും അവരത് ജയിക്കുന്നത് കൊണ്ടല്ലേ അവർ നല്ലത് പറയുന്നതെന്ന്. പക്ഷേ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ടീം, അതായത് മെക്ലാരൻ ആയിക്കോട്ടെ, റെഡ് ബുൾ ആയിക്കോട്ടെ, മറ്റ് ടീംസ് ആയിക്കോട്ടെ, ഇവരെല്ലാം പുതിയ റെഗുലേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ട് രീതിയിലും എടുക്കാൻ പറ്റും. അതായത് ജയിക്കുന്നവർ ഇതിനെ അനുകൂലിച്ച് നിൽക്കുന്നു, തോക്കുന്നവർ ഇതിനെ പ്രതികൂലിച്ച് നിൽക്കുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പം ജയിക്കുന്നവർ ഈ ഒരു പുതിയ റെഗുലേഷനെ അനുകൂലിച്ച് സംസാരിക്കുന്നു, തോറ്റ ടീംസ് ഈ ഒരു പുതിയ റെഗുലേഷനെ എതിരായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ മാക്സ് വെർസ്റ്റാപ്പൻ ഞാൻ പറഞ്ഞില്ലേ 2023 തൊട്ട് പുതിയ റെഗുലേഷൻസ് വരുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി കൺസിസ്റ്റൻ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മാക്സ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്പം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോഡിയത്തിൽ ഫിനിഷ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഈ ഒരു പുതിയ റെഗുലേഷൻ എതിരെ കമൻറ്റ് പറയുമായിരുന്നു എന്ന് മാക്സ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരെ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു പുതിയ റെഗുലേഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് മെയിനായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. 2014 അവസാനമായിട്ട് ഇങ്ങനെ വലിയൊരു മേജറായിട്ടുള്ളൊരു പവർ യൂണിറ്റിൻ്റെ കേസിൽ വലിയൊരു ചേഞ്ച് വന്നത്. ആ സമയത്തും മെഴ്സിഡസ് ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേന് ഈ മറ്റ് എഞ്ചിൻ മാനുഫാക്ചേഴ്സ് റെനോയും ഹോണ്ടയും ഒക്കെ ഈ ഒരു പുതിയ അന്നത്തെ റെഗുലേഷനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വിഷയത്തിലുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ബഹ്റിൻ GP, സൗദി അറേബ്യൻ GPയും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ റേസസേ ഇല്ല. അതുകൊണ്ട് ടീംസിന് ആ ഒരു മാസം ഫുള്ള് ഒന്നും കൂടെ R&D ചെയ്ത് പുതിയ എൻജിൻസ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ എൻജിനകത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു അവകാശമുണ്ട്. ചിലപ്പം ഈ ഫെറാറി, മെക്ലാരൻ, അതുപോലെ റെഡ് ബുൾ പോലുള്ള ടീംസിന് ഇച്ചിലൂടെ എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവന്നിട്ട് ഈ ഒരു മാസം ഏപ്രിൽ കഴിയുമ്പോഴത്തേന് വീണ്ടും പിന്നെ വരുന്ന അടുത്ത റേസിലത്തേക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ഒരു മാസം ഇവർക്ക് കംപ്ലീറ്റ്ലി എൻജിൻ്റെ പുതിയ പവർ യൂണിറ്റ്സിലെ കംപ്ലീറ്റ്ലി ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാനാണ്. പവർ യൂണിറ്റിനനുസരിച്ചിട്ട് കാറിൻ്റെ ഡിസൈനെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാനൊക്കെ ഉള്ളൊരു ടൈമുണ്ട്. അപ്പോൾ എന്താണ് ഈ മാക്സ് വെർസ്റ്റാപ്പൻ്റെ ഈ കമൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യുക. ചിലരൊക്കെ മാക്സിനെ എതിർക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാക്സ് പറഞ്ഞ കമൻറ്റിനെ എതിർക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലൂയിസ് ഹാമിൽട്ടൺ ഇപ്പം പോഡിയത്തിലൊക്കെ വന്നതുകൊണ്ട് ലൂയിസ് ഹാമിൽട്ടൻ്റെ ആ ഉറങ്ങിക്കിടന്ന ഫാൻസൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക.